എല്ലാവർക്കും നമസ്തേ. തത്തുമ ഇപ്പോൾ നിൽക്കുന്നത് BJP സംസ്ഥാന ഓഫീസിലാണ്. PSC സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ച സംസ്ഥാന നേതൃത്വം നമ്മുടെ കേരള മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കാണുകയുണ്ടായി. അദ്ദേഹം അവർക്ക് അവരോട് എന്താണ് പ്രതികരിച്ചതും എന്താണ് ഇനി ഭാവി പരിപാടി യുവമോർച്ചയുടെ ഈ PSC വിഷയത്തിലുള്ള മുന്നോട്ടുള്ള സമര പരിപാടികളെക്കുറിച്ചുമൊക്കെ പ്രതികരിക്കുവാനായിട്ട് നമ്മുടെ യുവമോർച്ചയുടെ സംസ്ഥാന നേതൃത്വം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ അധീന ഭാരതിയാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അധീന ഭാരതിയുടെ പ്രതികരണത്തിലേക്ക് പോവാം. അധീന, നമസ്തേ. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ യുവമോർച്ചക്കാർ മുഖ്യമന്ത്രിയെ കണ്ടു PSC വിഷയത്തിൽ സംസാരിക്കാനായിട്ട്. എന്താണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ തത്വമി പ്രേക്ഷകരോട്? തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് ഇതേ LPST UPST റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് കാണുകയും അവരുടെ സമരപ്പന്തലിൽ ചെല്ലുകയും അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന LDFന് ഉപദേശിക്കുകയും ചെയ്ത ആളാണ്. സമരക്കാരോട് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, അവരെ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെ അഡ്രസ്സ് ചെയ്യാനും തയ്യാറാകണമെന്ന് അന്നിരുന്ന മുഖ്യമന്ത്രിയെ അടക്കം ഉപദേശിച്ച പ്രതിപക്ഷ നേതാവായിരുന്നു VD സതീശൻ. അദ്ദേഹമാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഭരണം കിട്ടിയ സമയത്ത് അദ്ദേഹം അന്ന് എന്താണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്, അദ്ദേഹം ചർച്ച നടത്തി, PSC കാരുമായി ചർച്ച നടത്തിയെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് തികച്ചും വാസ്തവരഹിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ PSC ഉദ്യോഗാർത്ഥികളെ LPST റാങ്ക് ലിസ്റ്റിൽ ഇന്നും സമരപ്പന്തലിൽ കിടക്കുന്ന ഉദ്യോഗാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവർ ഉറപ്പിച്ച് പറയുകയാണ് അവരുമായിട്ട് യാതൊരു തരത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. അവരോട് ഒന്നോ രണ്ടോ മിനിറ്റ് അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അവർ പോയി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പോവുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല 2 മാസം എനിക്ക് സമയം തരൂ, 2 മാസം സമയം തന്നതിന് ശേഷം ഞാൻ പഠിച്ചിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇത് പഠിക്കുന്നതിനെ പറ്റിയിട്ട് ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് അതിന് പിന്നിലെ സാങ്കേതിക വശങ്ങളും അതിനെപ്പറ്റി പഠിക്കണം എന്നുള്ള പോലുള്ള കാര്യങ്ങളായി. ഇതേ സമയത്ത് ഇതേ കേരളത്തിൽ കഴിഞ്ഞതിന് മുമ്പിൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിനിവർക്ക് പഠിക്കേണ്ടി വന്നില്ല. ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 1ഉം 2ഉം 3ഉം റാങ്ക് ലിസ്റ്റിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച ആ റാങ്ക് ലിസ്റ്റിൽ കയറിയ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ജോലി കൊടുക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അവർക്ക് നിയമനം കൊടുക്കുന്നതിനെ പറ്റി എന്താണ് ഇത്ര പഠിക്കാനുള്ളത്? അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്, ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് മുഖ്യമന്ത്രിക്ക് ഇവരെ നേരിട്ട് കണ്ട് ഇവരോട് ഇവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇദ്ദേഹം രാജാവും ഇവർ പ്രജകളുമാണെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഒരു കൂട്ടർ സമരം നടത്തുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ കാണാനും അവരുമായി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനും അല്ലേ തയ്യാറാകേണ്ടത്? അദ്ദേഹത്തിന് പോകാൻ മടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയോടോ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യൽസിനോട് ആ സമരപ്പന്തലിൽ കിടക്കുന്നവരെ ഒന്ന് പോയി കാണൂ, അവരോട് സംസാരിക്കൂ, അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറയൂ. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ചെന്ന് പറയുമ്പോഴും നമ്മൾ പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് 2 മാസം സമയം എടുത്ത് പഠിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, പഠിച്ചതിന് ശേഷം ഇവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവും? അതെങ്ങനെയാണ് ഞാൻ പറയുക? എനിക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അനുകൂലമായ ഇതും ഉണ്ടാകാം, പ്രതികൂലമായതും ഉണ്ടാകാം എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ഇതല്ല പറഞ്ഞത്. അനുകൂലമായത് ഒരു നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ വൈകുന്നതെന്നായിരുന്നു അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നത്. ഇന്ന് നേരെ വിപരീതമായിട്ടാണ് സംസാരിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ V മനുപ്രസാദ് കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ സമരം തീർച്ചയായിട്ടും തുടരും. ഈ ഒരു വിഷയത്തിന് ഇന്ന് സമരമിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ആവശ്യം നിറവേറ്റി അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും PSCയുമായി ബന്ധപ്പെട്ട് ഈ ഒരു 1-2 പ്രശ്നമല്ല നിലനിൽക്കുന്നത്. കഴിഞ്ഞൊരു 10-12 വർഷക്കാലമായിട്ട് നിരന്തരമായി PSCയിൽ നടക്കുന്ന നിയമനങ്ങൾ അല്ലെങ്കിൽ PSCയിൽ നടക്കുന്ന അട്ടിമറികളെ പറ്റിയിട്ട് എന്നും എല്ലായ്പ്പോഴും ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുള്ളത് യുവമോർച്ച എന്ന് പറയുന്ന യുവജന സംഘടന മാത്രമാണ്. UDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസും KSUവും മൗനമായിട്ടിരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ വട്ടം LDF ഭരിക്കുന്ന സമയത്ത് SFIയും DYFIയും പോലുള്ള സംഘടനകൾ മൗനമായിട്ടിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം, യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെപ്പറ്റി ബോധേഡല്ല. ഞങ്ങളുടെ ആകെയുള്ള ഒരേ ആവശ്യം PSCയിലുള്ള ക്രമക്കേടുകളെല്ലാം തന്നെ പരിഹരിക്കണം. കാരണം PSCയെ പബ്ലിക് സർവീസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പാർട്ടി സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ പിണറായി സതീശൻ കമ്മീഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയെത്ര ക്രമക്കേടുകളാണ്, 1-2 പിഴവാണോ വരുന്നത്?
ഒരു പതിറ്റാണ്ടിലേറെയായി PSC പോലെ അത്രയും ആളുകളിലോട് സുതാര്യമായി ഇരിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രമാത്രം പ്രശ്നങ്ങളാണ് വീണ്ടും 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 ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചത് എന്നാണെന്ന് PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഭാരതത്തിലെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ദിവസമെന്നല്ലേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷം തികച്ചും ഭാരതത്തിൽ അപ്രസക്തമായി തീർന്ന ഒരു മൊമെൻ്റ് അല്ലേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് 2 മാസം മുന്നെയാണ്. എക്സാം നടക്കുന്നതിന് 2 മാസം മുമ്പേ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം. കഴിഞ്ഞ ദിവസം നടന്ന PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ സ്വാഭാവികമായിട്ട് 2 മാസം മുമ്പായിരിക്കണം അത് തയ്യാറാക്കിയത്. അന്ന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഭാരതത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്താണ്? അന്ന് അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കലാപങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒന്നും അന്ന് നടന്നിട്ടില്ല. ആ സമരങ്ങളും ഈ പ്രക്ഷോഭങ്ങളും എല്ലാം നടക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് 2 മാസം മുന്നേ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇവർക്ക് ചേർക്കാൻ സാധിക്കുക? അപ്പോൾ അതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? 2 മാസം മുന്നേ അല്ല, 2 മാസം മുന്നേ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൈയടത്താനും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആർക്കും ഏത് ക്വസ്റ്റ്യനും ഏത് നിമിഷവും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുത്തിത്തിരുകാനും സാധിക്കുമെന്നല്ലേ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലുള്ള അനേകങ്ങളായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ, നിയമനങ്ങളെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുപോലെ താൽക്കാലിക തസ്തികകളിൽ നിയമിച്ചിരിക്കുന്ന ആളുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കാലാവധി തീർന്നിട്ടും വീണ്ടും വീണ്ടും അവരെ പുതുക്കി വീണ്ടും അവരെ തന്നെ വയ്ക്കാൻ? റാങ്ക് ലിസ്റ്റ് ഇതിനോടകം അനേകം തവണ പ്രസിദ്ധീകരിച്ചതിന് ശേഷവും താൽക്കാലിക തസ്തികകളിൽ കയറിയിരിക്കുന്നവരെ മാറ്റാനോ റാങ്ക് ലിസ്റ്റിലുള്ളവരെ അവിടെ നിയമിക്കാനോ ഇവർ തയ്യാറാവുന്നില്ല. ഈ വിഷയങ്ങളൊക്കെയുമാണ് നമ്മൾ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചത്. അതുപോലെ LPST റാങ്ക്, ഇപ്പോൾ UPST റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ അവരുടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം നിരാഹാരം കിടക്കുന്ന വളർമതി ടീച്ചറെ നേരിട്ട് കാണാനും അവരുമായി ചർച്ച നടത്താനും തയ്യാറാവണം. ഇത് മാത്രമല്ല, യുവമോർച്ച ഈ സമരവുമായി ബന്ധപ്പെട്ട് LPSTക്കാരുടെ ആണെങ്കിലും UPSTക്കാരുടെ ആണെങ്കിലും അവർ സമരം തുടങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ PSCയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് യുവമോർച്ച. യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അനേകങ്ങളായിട്ടുള്ള സമരങ്ങളിൽ ഒന്ന് മാത്രമാണ് LPST UPST റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ സമരം എന്ന് പറയുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരപ്പന്തലിൽ ഞങ്ങൾ അവരെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളോട് പറയുന്നത്, ഒരാളും ഒരു സെലിബ്രിറ്റിയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടേക്ക് ഓടാനും അത് സ്വന്തം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രക്ഷോഭം നടത്തി അവിടെ പോയിരിക്കാനും ഇദ്ദേഹത്തിന് പഠിക്കേണ്ടി വന്നോ? 2 മാസം പഠിക്കേണ്ടി വന്നോ? 1 മാസം പഠിക്കേണ്ടി വന്നോ? ഒരാഴ്ച പഠിക്കേണ്ടി വന്നോ? ആ നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഇദ്ദേഹത്തിന് പഠിക്കേണ്ടി വന്നില്ല. പറയുന്നു, അപ്പം തന്നെ ഫ്ലൈറ്റ് എടുക്കുന്നു, പോകുന്നു. കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ ഇത്രയും കഷ്ടപ്പെട്ട് നിരാഹാരം കിടക്കുന്ന സമരപ്പന്തലിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങളെ കേട്ട് മനസ്സിലാക്കാനും അദ്ദേഹത്തിന് 2 മാസം പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ എന്ത് ന്യായമാണ്, എന്ത് നീതിയാണുള്ളത്? ഞങ്ങൾ ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ നിരാഹാരം, ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം നിരാഹാരം, അവരുടെ സമരപ്പന്തലിൽ ഇട്ടിട്ട് ഇന്നിപ്പോൾ 29ാമത്തെ ദിവസമാവുകയാണ്. ഈ 6 ദിവസമായിട്ടും നിരാഹാരം കിടക്കുന്ന വളർമതി ടീച്ചറെ പിടിച്ചുകൊണ്ടു പോകാൻ, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് പോലീസ് ഓരോ ദിവസവും ശ്രമിക്കുന്നത്. ഓരോ ദിവസവും 2-3 വട്ടം അവരെ ഇപ്പം പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അവരെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കുകയാണ്. അവർ വളരെ ഹെൽത്ത് അവരുടെ ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വീണ്ടും വീണ്ടും പ്രവോക്ക് ചെയ്ത് അവരെ കുറച്ചുകൂടി മെൻ്റലി ഹരാസ് ചെയ്യാനായിട്ട് നിരന്തരമായിട്ട് പോലീസ് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് മെഡിക്കൽ എയ്ഡ് വേണം, ഡ്രിപ്പ് ഇടണം, അല്ലെങ്കിൽ അവിടെ വന്ന് ഡോക്ടർ അവരെ പരിശോധിക്കണം, അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ അവിടെ ലഭിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ട സമയത്ത് ചികിത്സ ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഗവൺമെൻറ് ആശുപത്രിയിൽ വരണം, ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഗവൺമെൻറ് ഡോക്ടർമാരെ വെച്ച് ഞങ്ങൾക്ക് ചികിത്സ തരാൻ പറ്റുള്ളൂ, ഇവിടെ വെച്ച് ചികിത്സ തരാൻ പറ്റില്ലെന്ന് അവർ പറയുന്നത്. എന്നാൽ ശരി, വേണ്ട, അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൈവറ്റ് ഡോക്ടർമാരെ വിളിച്ച് അവർ ട്രിപ്പ് ഇടാനോ അതുപോലെ മെഡിക്കൽ എയ്ഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അതും പോലീസ് തടഞ്ഞു. അവർക്ക് അവരുടെ ഏറ്റവും ബേസിക്കായിട്ട് അവർക്ക് കൊടുക്കേണ്ട അവരുടെ റൈറ്റ്സാണ് അവരെ സമരപ്പന്തലിൽ കിടക്കുന്ന സമയത്ത്, നിരാഹാരം കിടക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ആരോഗ്യ പരിരക്ഷ കിട്ടുക എന്ന് പറയുന്നത് അവരുടെ റൈറ്റ്സാണ്. അതിനെപ്പോലും അവിടെ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് യുവമോർച്ച അവിടെ എത്തുന്നത്. ഞങ്ങളവർക്ക് ഉറപ്പ് നൽകി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ യുവമോർച്ച അവിടെ
ഹോസ്പിറ്റലിൽ നിന്ന് കൃത്യമായിട്ട് ആംബുലൻസും അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസും ഡോക്ടറെയും എത്തിക്കും, അവർക്ക് ട്രിപ്പ് ഇടണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് യുവമോർച്ച അവർക്ക് വാക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റീസ് കേന്ദ്രത്തിൽ എന്തെങ്കിലും നടക്കുന്ന സമയത്ത്, നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ വട്ടം പോലും അവർ ചിന്തിക്കില്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അതിനെപ്പറ്റി അങ്ങ് പ്രതികരിക്കും. ഇത്രയും നാളായിട്ട് മൂക്കിൻ്റെ തുമ്പിൽ ഈ തിരുവനന്തപുരത്ത് ഇവരിവിടെ കിടന്നിട്ട് ഒരാൾ പ്രതികരിച്ചില്ല, ഒരാൾ അവർക്ക് വേണ്ടി സംസാരിച്ചില്ല. അവസാനം യുവമോർച്ച ടൊവിനോ തോമസിൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് പ്രതിഷേധം അറിയിക്കേണ്ടി വന്നു. അന്ന് പ്രതിഷേധം അറിയിച്ചപ്പോൾ ഏഷ്യാനെറ്റ്, മനോരമ പോലുള്ള മുൻനിര മാധ്യമങ്ങൾ യുവമോർച്ചക്കാരെ കളിയാക്കി, നിങ്ങൾ എന്ത് പ്രഹസനമാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അന്ന് കാണിച്ച സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ടൊവിനോയ്ക്ക് പോലും വാതുറക്കേണ്ടി വന്നത്. ടൊവിനോ അടക്കമുള്ള പല സെലിബ്രിറ്റീസും ഞങ്ങൾ അന്ന് ചെയ്ത സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് PSCക്കാരെ അഭിസംബോധന ചെയ്യേണ്ടി വന്നത്, അവരെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത്. ഇനി നമ്മുടെ സമര പരിപാടികളെന്ന് പറയുന്നത് 5, 6, 7 ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റുകളിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് ജില്ലയുടെ നേതൃത്വത്തിൽ ഇതേ ജില്ലയിൽ തന്നെ പ്രതിഷേധ പരിപാടികൾ നടക്കും. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ, ഇനിയിപ്പോൾ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് എന്ത് സംഭവിച്ചാലും, അവർ തിരിച്ചിനി പോയാലും, എന്തുണ്ടായാലും ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെയും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് യുവമോർച്ച അവർക്ക് വേണ്ടി കഴിഞ്ഞ കാലം അത്രയും പ്രവർത്തിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഇനിയും പ്രതിഷേധം അറിയിക്കും, ഞങ്ങൾ ഇനിയും പ്രകടനങ്ങൾ നടത്തും, ഞങ്ങൾ ഇനിയും സമരം നടത്തുമെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് സൂചിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ സമരപ്പന്തലിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നേരിട്ട് കാണാനും അവരുമായിട്ട് ചർച്ച നടത്താനുമാണ് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ മെഡിക്കൽ സഹായം നൽകുന്ന സമയത്ത് അതിനെ തടയാനും ആ സമരത്തെ അടിച്ചമർത്താനും, അതുപോലെ വളർമതി ടീച്ചർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും അവരെ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടർമാർക്ക് നേരെ FIR ഇടാനും സതീശൻ്റെ ചെന്നിത്തലയുടെ പോലീസ് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും യുവമോർച്ച അതിനെ നേരിടുമെന്നും, എന്ത് വില കൊടുത്തും യുവമോർച്ച നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിക്ക് കയറാൻ സാധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ തടയുമെന്നും അദ്ദേഹത്തോട് നേരിട്ട് തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ ഇന്നലെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു സന്ധി ചർച്ചയ്ക്കും യുവമോർച്ച തയ്യാറല്ല. ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാരം എത്രയും വേഗം തന്നെ ഉണ്ടാവുക തന്നെ വേണമെന്നാണ് യുവമോർച്ചയുടെ ആവശ്യം. നമസ്തേ മച്ചേട്ടാ, നിങ്ങൾ യുവമോർച്ച സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടല്ലോ PSC വിഷയത്തിൽ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും മുഖ്യമന്ത്രിയെ ഞങ്ങൾ കാണാനുള്ള സാഹചര്യം, മുഖ്യമന്ത്രിക്ക് ഒരു അവകാശ പത്രിക ഞങ്ങൾ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു യുവജനങ്ങളുടെ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഞങ്ങൾ എല്ലാ മേഖലകളിലും ജില്ലകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റിപ്പോർട്ട് കളക്ഷൻ, അതുപോലെ തന്നെ സർവേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ ആ സമരപ്പന്തൽ, ഞാൻ തുടർച്ചയായിട്ട് ആ സമരപ്പന്തലിൽ പോകുന്നയാളാണ്. ഇന്നലെ ആ സമരപ്പന്തലിൽ പോകുമ്പോൾ ഒരാൾ നിരാഹാരം കിടക്കുകയാണ്. നിരാഹാരം കിടത്തിയിട്ട് ഇന്നലെ അപ്പോൾ 5 ദിവസം പൂർത്തിയായി. ആ നിരാഹാരം കിടക്കുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് തീരുമാനിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ആ സമരം ചെയ്യുന്നവരെ വിളിക്കുക എന്നുള്ളതാണ്. അവർ ഞങ്ങളോട് പറഞ്ഞത് ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെപ്പോലും വിളിച്ചിട്ട് അദ്ദേഹം കാണണമെന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അവകാശികൾ. അപ്പോൾ യുവാക്കൾ നടക്കുന്ന ഒരു സമരത്തെ, അതിലുള്ള തീരുമാനങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ സമരം നടത്തുന്ന ഒരാളെ അപ്പോൾ അവരെ വിളിച്ച് കാണണമെന്നോ അവരെ പോയി കാണണമെന്നോ എന്നുള്ളത് ഒരു മര്യാദയാണ്. ആ മര്യാദ കാണിച്ചൊരു ഭരണകൂടം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഇവിടെ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രക്ഷോഭത്തോട് അവരെ ചർച്ചയ്ക്ക് വിളിക്കാനും അവർ പറയുന്ന സ്ഥലത്ത് വന്നിരുന്ന് കേൾക്കാനും തയ്യാറായൊരു ഭരണകൂടത്തിൻ്റെ മാതൃക നമുക്കുണ്ട്. പക്ഷേ കേരളത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം നടത്തി 5 ദിവസമായിട്ട് അവരെ ഒന്ന് കാണാൻ, അവരെ ഒന്ന് വിളിക്കാൻ, അവരോടൊന്ന് സംസാരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകർത്താക്കൾക്കും സമയമില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ അപ്പോൾ തന്നെ ആ പന്തലിലിരുന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കാണണം, ചില കാര്യങ്ങൾ പറയണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തോടൊരു നന്ദി. ആ സമയത്ത് തന്നെ അദ്ദേഹം ഞങ്ങളെ കാണാൻ തയ്യാറായി എന്നുള്ളത് ഒരു നന്ദിയാണ്. രാഷ്ട്രീയത്തിനപ്പുറം ചില കാര്യങ്ങൾ പറയണം. അപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ പോയി. അവിടെ പോയ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്, ഒരു വിഭജനാവകാശ പത്രിക സമർപ്പിക്കും, അതിൽ ഉടനടി തീരുമാനമുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകളും രേഖാമൂലം ഞങ്ങൾ ഇവിടെ കൊണ്ടുതരും. പക്ഷേ സാർ, ഞങ്ങൾ ഇന്ന് വന്നത് ആ സമരം നടത്തുന്ന, നിരാഹാരം കിടക്കുന്ന ഒരാളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോവുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. അതിൽ അടിയന്തരമായൊരു തീരുമാനമുണ്ടാക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ തന്നെ അവരെ കാണാൻ രേഖാമൂലം അവർക്കൊരു മറുപടി കൊടുക്കാനും തയ്യാറാകും എന്നുള്ളതാണ്.
ഞങ്ങൾ അപ്പോൾ തന്നെ ഇറങ്ങി വന്നു ഈ കാര്യം പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷേ ഇന്ന് രേഖാമൂലം ഒരു ലെറ്റർ അവർക്ക് കൊടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യൊപ്പോടുകൂടി. പക്ഷേ വിദ്യാർത്ഥികളെ യുവാക്കളെ വിശ്വാസത്തിലെടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അതിനകത്ത് കയറ്റില്ല. അവരുടെ വിശ്വാസം നിങ്ങൾ എടുക്കണമെന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കൊടുത്ത ലെറ്റർ ആ മറുപടി അവർക്ക് തൃപ്തികരമല്ല. 2 മാസത്തെ സമയമെടുത്ത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കാം എന്ന് രേഖാമൂലം അവർക്ക് എഴുതി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നല്ലതാണ് ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതല്ല വേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉടനടി എടുക്കുന്നതിനും അവരെ വന്നൊന്ന് കാണുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും ഒന്നും തടസ്സമാകരുത് എന്നുള്ളതാണ് യുവമോർച്ച പറയാനുള്ളത്. അതുകൊണ്ട് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുപോയി അവരോട് സംസാരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം. അത് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ യുവമോർച്ചയ്ക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ അത് ചെയ്യുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിപ്പോഴും ചെയ്തിട്ടില്ല. പക്ഷേ രേഖാമൂലം കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന കാര്യം അവർക്ക് ആവശ്യമുള്ളതല്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഞങ്ങൾ പഠിക്കുമ്പോഴും അതാണ് ശരി. അങ്ങനെ PSC പഠിച്ച് കഷ്ടപ്പെട്ട് 1-ാം റാങ്കും 2-ാം റാങ്കും വന്ന ആളുകൾ തെരുവിൽ കിടന്ന് അറിയുമ്പോൾ, തെരുവിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, ദുരിതം അനുഭവിക്കുമ്പോൾ അതിനോടൊരു അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ യുവമോർച്ച തയ്യാറല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭാവി സമര പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ 5, 6, 7 തീയതികളിലുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? യുവമോർച്ച തുടർന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ തുടക്കമെന്നോളം ഞങ്ങൾ നാളെ മുതൽ കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളിലേക്കും യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള മാർച്ചുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ കാര്യം നിങ്ങളോടെല്ലാം സൂചിപ്പിച്ചതാണ്. കാരണം PSC എന്ന് പറയുന്നത് കേരളത്തിലെ യുവാക്കളുടെ ഏക പ്രതീക്ഷയായിട്ടുള്ള PSC ആണ്. ആ PSCയെ ശുദ്ധീകരിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് ഉയർത്തുന്ന അവരുടേതായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകണം. ആ കാര്യങ്ങളിൽ പരിഹാരമുണ്ടായത് കൂടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. കാരണം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വാല്യുവേഷൻ നടത്തുന്നത് എല്ലാം കൂടി 3 വർഷത്തെ 4 വർഷത്തെ പ്രോസസ്സിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് PSCയിൽ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ PSC ഇപ്പോഴും ക്രമക്കേടുകളുടെ ഭാഗമാണ് എന്നാണ് നമുക്കറിയുന്നത്. പിൻവാതിൽ നിയമനങ്ങൾ, അതോടൊപ്പം 10 വർഷം നിയമിച്ച നിയമനങ്ങളുടെ അന്വേഷണം, അങ്ങനെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതെല്ലാം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അതോടൊപ്പം അടിയന്തരമായി നിരാഹാരം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളെ കാണാനും അവരെ വിശ്വാസത്തിലെടുക്കാനും അവരുടെ ആവശ്യങ്ങളെ ഫലപ്രദമായി അനുഭാവപൂർണ്ണമായ നടപടി സ്വീകരിക്കാനും ഗവൺമെൻറ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ കളക്ട്രേറ്റുകളിലേക്കെല്ലാം മാർച്ച് നടത്തുന്നത്. തിരുവനന്തപുരത്ത് അന്ന് ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് നടയിലും 6, 7, 8 തീയതികളിലായിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.